കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് എൻ്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓൾറെഡി എനിക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്, എന്താ പറ്റിയത്, എന്താ റെഡിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്താ പറയുക, മറ്റൊന്നുമില്ല, ഞാൻ അധികം മറച്ചു വെച്ചിട്ടോ നീട്ടി വെച്ച് സംസാരിക്കുന്നൊന്നുമില്ല. MRG ഗ്യാങ്ങിനെ പറ്റിയിട്ടും, അതായത് MRG GTA ഗ്യാങ് അല്ല, നമ്മൾ ഓൾറെഡി നമ്മളൊരുമിച്ച് നിന്ന MRG ഗ്യാങ് എന്നുള്ള ഗ്യാങ് ഹൗസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിട്ടാണ്. അതായത് എനിക്ക് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ. തൊപ്പിയാണ് ഓൾറെഡി MRG ഗ്യാങ് തുടങ്ങുന്നതും പരിപാടിയും കാര്യങ്ങളൊക്കെ. ഒരു വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക MRG ഗ്യാങ്ങിലേക്ക് പോകുന്നത്. അന്ന് MRG ഗ്യാങ് ആയിട്ടില്ല, ഗ്യാങ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോ രീതിയിലുള്ള ആൾക്കാർ, അതായത് കുക്ക്, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ ഒരു കുക്കിന് വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു റീലിട്ടു. അപ്പോൾ റീല് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും കണ്ടിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ അത് തൊപ്പി ലൈവിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം പേഴ്സണലി ഉണ്ടായ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇന്നേ വരെ മനസ്സ് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഞാനെന്ന് മാത്രമല്ല, ഇപ്പോൾ ഷമീറും അമ്മും പറയുമ്പോൾ പോലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇവന്മാരുള്ളത് തന്നെയാണോ പറയുന്നത്. നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കുക, അതായത് കേരളത്തിൽ തന്നെ 1 മില്യൻ്റെ മുകളിൽ മറ്റേ യൂട്യൂബിലും 2 മില്യൻ്റെ മുകളിൽ ഇൻസ്റ്റയിലും ഫോളോവേഴ്സും, അത്രത്തോളം എന്താ പറയുക, ആൾക്കാരുടെ ഇടയിൽ അടിപൊളിയായിട്ട് ഫെയിമിലും പൊടി സിനിമ, പിന്നെ അതേപോലെ തന്നെ പ്രൊമോഷൻസ് കാര്യങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് പോകുന്ന ഒരാളാണ് നിയാദ് തൊപ്പി എന്ന് പറയുന്നത്. ഓനെ നമുക്ക് എന്താ പറയുക, നമ്മളെ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നെങ്കിൽ നമ്മൾ വിടുമെന്നോ ഇല്ലെങ്കിൽ ഓനായിട്ട് നമ്മൾ ഉടക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗൈസ്, നമുക്കൊരു സ്ഥലത്ത് തീരെ നിൽക്കാനും, പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ പൈസയോ ഫെയിമോ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കൂട്ടായിട്ട് ചില സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെ പോലെ തന്നെ എല്ലപ്പം കാണാൻ പറ്റണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ലൈവ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ ബോധിപ്പിക്കാൻ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ വൈബാണ്, ഇല്ലെങ്കിൽ നമ്മളൊപ്പം കൂടപ്പുറപ്പാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചിരിക്കും, പറയും, സംസാരിക്കുകയൊക്കെ ചെയ്യൂ. അത് ലൈവ് എൻഡ് ബട്ടൺ നിൽക്കുന്നതോട് കൂടിയിട്ട് അതൊക്കെ തീരും. പിന്നെ നോർമലി നമ്മളൊരു പട്ടി വിലയോ എന്താ പറയുക, പട്ടി വിലയാകുമ്പോൾ പട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് റിലേഷൻഷിപ്പ് വരിക, അത്